ചാവക്കാട് താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ പുതിയ കാല നിർമ്മാണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തുടക്കം ഇന്ന് ഉണ്ടാവുകയാണ്. ഈ കാലഘട്ടത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ചാവക്കാട് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ജില്ലയിലെ ആദ്യത്തെ 360 ഡിഗ്രി മെറ്റബോളിക് ക്ലിനിക് അത് ചാവക്കാട് താലൂക്ക് ആസ്ഥാന ആശുപത്രിയിലാണ് സാധ്യമായിട്ടുള്ളത്. അപ്പോൾ വിചാരിക്കുക, എന്താണ് ഈ 360 ഡിഗ്രി മെറ്റബോളിക് ക്ലിനിക്? സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി ആർദ്രം മിഷൻ 2 നമ്മൾ 10 കാര്യങ്ങളാണ് ഈ 5 വർഷം കൊണ്ട് ചെയ്യണമെന്നുള്ളത് ലക്ഷ്യം വച്ച്. അതിലൊന്ന്, നമ്മൾ നേരിടുന്ന വർത്തമാനകാല ആരോഗ്യ വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, പതിറ്റാണ്ടുകളായിട്ടുള്ള കേരളത്തിൻ്റെ വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള സുസ്ഥിരമായിട്ടുള്ള പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഫലമായി രാജ്യത്തെ ഏറ്റവും കുറവ് ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കുമുള്ള സംസ്ഥാനം അല്ലെ ഭൂപ്രദേശം കേരളമാണ്. കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനം അടിസ്ഥാനമാക്കിയിരിക്കുന്നത് സുശക്തമായിട്ടുള്ള പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളെയാണ്, ടെക്നോളജിയേക്കാൾ ഉപരിയായിട്ട്. അതുകൊണ്ടാണ് രാജ്യത്ത് ഏറ്റവും കുറവ് ഒരു പ്രസവം നടക്കുമ്പോൾ അല്ലെങ്കിൽ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ലോകാരോഗ്യ സംഘടന പറഞ്ഞു 2030 ആകുമ്പോഴേക്കും 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 6 കുഞ്ഞുങ്ങൾ മാത്രമേ മരിക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ പാടില്ല. 2021 തന്നെ കേരളം ഈ ടാർഗറ്റ് എത്തി. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശുമരണ നിരക്ക് 4.5 2030 ലോകാരോഗ്യ സംഘടന പറഞ്ഞതിനേക്കാളും താഴെയാണ് ഇപ്പോൾ നമ്മുടെ മാതൃമരണ നിരക്ക് കുറവ്. അതോടൊപ്പം ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവർ കേരളത്തിലാണ്. രാജ്യത്ത് ശരാശരി ആയുർദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളത് നമുക്ക് മലയാളികൾക്കാണ്, കേരളത്തിൽ താമസിക്കുന്നവർക്കാണ്. സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു വികസനം വേണമെങ്കിൽ ഇനി സ്ഥലം ആവശ്യമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും MLA ചേർന്നുകൊണ്ട് MLA ആവശ്യം എന്താണെന്നുള്ളത് കണ്ടുകൊണ്ടുകൂടി നമുക്കത് മുന്നോട്ട് പോകാം. ഡോക്ടേഴ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഗൈനക്കോളജിയിൽ എനിക്ക് തോന്നുന്നു VRS എടുത്തത് കൊണ്ട് ഇപ്പോൾ വന്നൊരു ഒഴിവാണ്. അത് നമുക്കുടനെ തന്നെ DPC ഒക്കെ ചേർന്ന് കൺസൾട്ടൻറ്റ് തസ്തികയാണ്. അപ്പോൾ DPC ലിസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് അത് ക്രമീകരിക്കാനായിട്ട് സാധിക്കും. മറ്റ് തസ്തികകൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു പനി വന്നാൽ നമ്മൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്കൊന്നും പോകണ്ട, നമ്മുടെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോകാം. അതുകൊണ്ടാണ് കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് നമ്മൾ മാറ്റിയത് എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളെയും. പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് അവിടെ ഡോക്ടർ പറയുകയാണ് അല്ല സ്പെഷ്യാലിറ്റി വേണമെന്ന്, ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം.